നേരത്തെ ഒരു കാര്യമാണ് ചോദിക്കുന്നത്, അൻവറുമായി എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ? അൻവർ പക്ഷേ ഇന്നും അങ്ങ് ഇന്നലെ പറഞ്ഞതുപോലെ ഒന്ന് തിരുത്താനോ ചെയർമാനെതിരെ പറഞ്ഞതോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞതോ തിരുത്താൻ തയ്യാറായിട്ടുമില്ല. അല്ല, അതിൻ്റെ 7 മണി വരെ സമയമുണ്ടല്ലോ, അതിനിടയ്ക്ക് അദ്ദേഹം തിരുത്തിയാൽ മതിയല്ലോ. ഇത് ഞാൻ പറയുന്നത്, ഈ പിണറായിസത്തിനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം ഭിന്നിച്ച് നിന്നാൽ അതൊരു സുഖകരമായിട്ടുള്ള ഏർപ്പാടല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അൻവർ മുന്നണിയോടൊപ്പം വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറ്റിയ 1-2 തെറ്റുകൾ തിരുത്തി UDF-ആയിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ അത് രണ്ടു കൂട്ടർക്കും മെച്ചല്ലേ. അല്ലാതെ അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായിരുന്നുകൊണ്ട് എന്താ അദ്ദേഹത്തിന് നേട്ടം ഉണ്ടാവുക? നേരെ മറിച്ച് അദ്ദേഹം കൂടെ നിന്നാൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു പിക്ചർ വന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് UDF-ൻ്റെ ഭൂരിപക്ഷം കൂടുക. അതാ ഞാൻ പറഞ്ഞ് അൻവർ കൂടെ ഒപ്പം ഉണ്ടെങ്കിൽ 35,000 വോട്ടെങ്കിലും മിനിമം UDF അവിടെ ജയിച്ചിരിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണത. പക്ഷേ അൻവർ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് അൻവർ ഒരു വലിയൊരു എഫക്റ്റാണ് നിലമ്പൂരിൽ നിന്ന് കാണിക്കുക. നമ്മൾ ആരെയും ചെറുതാക്കി കാണിക്കരുത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അതുകൊണ്ടാണ് കാരണം അൻവർ എന്തിനാ രാജിവെച്ചെന്തിനാ? പിണറായിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ രാജിവെച്ച ഒരാൾ ആ പിണറായിസത്തിനെ സഹായിക്കുന്നതിന് നിലപാടുണ്ടാവരുത് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അൻവറുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഏതായാലും ഇന്ന കാലത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നലാണ് കാണാൻ കഴിഞ്ഞത്. അത് പൂർണ്ണമായിട്ടും വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു പോസിറ്റീവ് ആവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഏത് ചെകുത്താനാണെങ്കിലും സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് ആദ്യം പറയുന്നു, അതിനുശേഷം നന്മയുള്ള ചെകുത്താനാവണം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചെകുത്താനാവണം എന്ന് പറയുന്നു. അതിനുശേഷം ആര്യാടൻ ഷൗക്കത്തിനെ കൃത്യമായ രീതിയിൽ പേഴ്സണലായി അറ്റാക്ക് ചെയ്യുന്നു. പിന്നീട് സതീശന്റെ ബുദ്ധിയാണ് ഇതെന്ന് പറയുന്നു. അങ്ങനെ 3-4 തവണ എല്ലാം മാറ്റിപ്പറഞ്ഞ് അവസാനം ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് 7 മണിക്ക് മുൻപാകെ അൻവർ പറയുകയാണ് ആര്യാടൻ ഷൗക്കത്ത് മഹാനാണ്, അല്ലെങ്കിൽ VD സതീശനോട് പറഞ്ഞൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ചെയ്തു പോയ കാര്യങ്ങളിൽ തെറ്റാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യനാകുമ്പോൾ തെറ്റ് പറ്റും. ഉപ്പും ചോറൊക്കെ കഴിക്കുന്നവർക്ക് എപ്പോഴും തെറ്റ് പറ്റാം. പലർക്കും പറ്റിയിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ തെറ്റുകൾ പറ്റുമ്പോൾ തിരുത്തുക എന്നുള്ളതാണ് അതിൻ്റേതായിട്ടുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. അത് തിരുത്തിയാൽ തീർന്നു, പ്രശ്നം തീർന്നു. നമുക്ക് ആരുടെയെങ്കിലും ഹൃദയത്തിൽ അത് വെച്ച് കണ്ടുപിടിക്കാനുള്ളതൊന്നും ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഈ ടെക്നിക്കലായിട്ട് ഒരുപാട് ലോകം മുന്നേറിയെങ്കിലും മനുഷ്യൻ്റെ മനസ്സ് കണ്ടുപിടിക്കാനുള്ള യന്ത്രങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഇന്നത്തെ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ആരും ഒരു ബാധ്യതയല്ല. UDF-ആയിട്ട് സഹകരിക്കുന്നവരൊക്കെ തിരിച്ച് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അദ്ദേഹം വൈകുന്നേരം കൊണ്ട് നിലപാട് തിരുത്തി കഴിഞ്ഞാൽ എല്ലാം മറന്ന് ഒരുമിച്ച് അങ്ങ് പ്രവർത്തിക്കും. പകല് കഴിയട്ടെ, പകലുണ്ടല്ലോ, പകല് കഴിയാൻ ഇനി സമയമുണ്ട്. ഇപ്പോൾ മഴക്കാറായതുകൊണ്ട് സൂര്യനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ക്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. നടക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ അൻവർ ചർച്ചകളിലേക്ക് ഞങ്ങൾ പറയുന്നതിന് കാരണം അതാണ്. കാരണം എന്താ അറിയോ, ഇപ്പോൾ നിങ്ങളും കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുന്നത് അൻവറിൻ്റെ ചോദിക്കുന്നുള്ളൂ, എന്തുകൊണ്ട് CPM-ൻ്റെ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണം. ഞങ്ങളും പോയിന്റിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ കാണുമ്പോൾ അൻവറിൻ്റെ കാര്യം ചോദിക്കുന്നുള്ളൂ. അതേസമയത്ത് CPM-നോട് എവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദൻ മാഷ് ചില താത്വിക കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംഭവം അങ്ങോട്ട് മാറ്റി കൊണ്ടുപോകാം.